നമസ്കാരം. നമ്മുടെ ഇൻ്റർവ്യൂ സീരീസ്, പോഡ്കാസ്റ്റ് സീരീസ് ഉഷാ മാമിനായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞത് എമർജൻസി ഫണ്ടിനെ കുറിച്ചിട്ടും കടം എങ്ങനെ മാനേജ് ചെയ്യാം, ബഡ്ജറ്റിംഗ് എങ്ങനെ ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഷുറൻസ് വേണമെന്നുള്ളൊരു കാര്യം. പിന്നെ പലപ്പോഴും എനിക്ക് സെഷനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും കേട്ട കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ് ജോലി കിട്ടിയപ്പോൾ തന്നെ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ തുടങ്ങുക, ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അത് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഒരുപാട് കാലങ്ങളായിട്ട് കസ്റ്റമേഴ്സും പല ഇൻഷുറൻസ് കമ്പനികളും ഒരുപക്ഷെ മനസ്സിലാക്കി കൊടുക്കുന്നത്. കാരണം നമ്മളതൊരു ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുന്നത്, എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് മനസ്സിലായാൽ ആൾക്കാർക്കത് തീർച്ചയായിട്ടും അതിൻ്റെ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇൻഷുറൻസിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടുന്നത് കൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നില്ല. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിഖിൽ, നമ്മൾ കാറിനോ അല്ലെങ്കിൽ ഒരു 2 വീലറിനോ ഇൻഷുറൻസ് എടുക്കുന്നു, അത് മാൻഡേറ്ററിയുമാണ്, അത് എടുത്തേ പറ്റൂ എന്നുള്ള നിയമമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ കാറിനൊരു കേടുപാട് വന്നു അല്ലെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻറ്റിൽ പെട്ടാൽ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെന്നുള്ളത്. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് ആ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല അത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വ്യത്യാസം വരുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. കാരണം അതുപോലെയുള്ള പോളിസികളുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പ്രീമിയം കൊടുക്കുന്നു, ആ പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റൂളോ അല്ലെങ്കിൽ അതിലൊരു കണ്ടീഷനോ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഇത് കാലങ്ങളായിട്ട് ഇത് പറഞ്ഞ് പഠിപ്പിച്ച് അത് അങ്ങ് ധരിച്ചു വെച്ചേക്കുന്നതാണ്. പക്ഷേ അത് സാമാന്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തിനാണ് ഇൻഷുറൻസ്, എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും രണ്ടാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അത് എന്തിനു ചെയ്യുന്നു എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ് എന്നേ ഞാനതിനെപ്പറ്റി പറയുള്ളൂ. ഇപ്പം നമുക്ക് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് സത്യം. അപ്പോൾ നമുക്ക് ഒത്തിരി ആളുകൾ വന്ന് പറയും ഇത് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപ വെച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മളതിലൊരു റിട്ടേണൊക്കെ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ FD-നേക്കാളും കുറവാവാം. അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഡിഫൈൻ ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും രണ്ടും രണ്ടാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണേക്കാളും പിന്നെ വൈ ബൈയിങ് എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതെ, ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു റീസണബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ട് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ഒരു സാധാരണ ആളെ എടുക്കുകയാണെങ്കിൽ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് തീർച്ചയായിട്ടും വേണം. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അത്യന്താപേക്ഷിതമാണ്. ഇത് രണ്ടും മസ്റ്റാണ്. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഇൻഷുറൻസ്, നമ്മൾ വീടിനെ ഇൻഷുർ ചെയ്യണോ, അതൊക്കെ ആവശ്യമനുസരിച്ചും നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഏതൊരാൾക്കും ഒരു ലൈഫ് ഇൻഷുറൻസും നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ്, അതെന്താ ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ വരും. നമുക്ക് ടേം ഇൻഷുറൻസ് തന്നെ എടുത്തിട്ട് പറയേണ്ടി വരും. അതെ, ടേം ഇൻഷുറൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പൈസ കിട്ടണം, ഫാമിലിക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോൾ എൻ്റെ ഇൻകം എന്താണോ, എനിക്ക് എന്തൊക്കെ കടബാധ്യതകളുണ്ട്, EMI ഉണ്ട്, ഹോമിന് ലോണുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ലോണുണ്ടോ, കുട്ടികളുടെ പ്രായം എന്താണ്, അവർക്ക് എന്തോരം ഇനിയും ലൈഫിൽ മുന്നോട്ട് പോകാനുണ്ട്, വൈഫിന് ജോലിയുണ്ടോ, എന്ത് തരത്തിലുള്ള ജോലിയാണ്, എന്തോരം ആസ്തി മറ്റുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ട്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ തീരുമാനിക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി. അത് ടേം ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത്. പ്രീമിയം കൊടുക്കുക, വളരെ കുറച്ച് പ്രീമിയമേ അപ്പോൾ വരുന്നുള്ളൂ, നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസ് കിട്ടും. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആ ഫാമിലിക്ക് ആ പൈസ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം അത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് തന്നെയാണ് നമ്മളൊരു കാറിൻ്റെ ഇൻഷുറൻസോ 2 വീലറിൻ്റെ ഇൻഷുറൻസോ എടുക്കുമ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മാത്രം അതിൽ നിന്ന് എനിക്ക് റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ 2 മെഡിക്കൽ എത്രയായാലും ഇന്നത്തെ കാലത്ത് മെഡിക്കൽ കോസ്റ്റ് വളരെ അധികമാണ്. നമുക്ക് എന്താണ് എപ്പോഴാണ് സംഭവിക്കണതെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു ആശുപത്രിയിൽ കയറി ഇറങ്ങി ഒരു 5 ദിവസം ആശുപത്രി കിടന്നാൽ നല്ലൊരു തുക നമുക്കാവും. അതിനാണ് മെഡിക്കൽ ഇൻഷുറൻസ്. അതും പലരും ചെയ്യുന്ന ഒരു ചെറിയ എമൗണ്ട്, 1 ലക്ഷത്തിൻ്റെ പോളിസി, 2 ലക്ഷത്തിൻ്റെ പോളിസി, അതല്ല വേണ്ടത്. കാരണം
സിസേറിയന് ആശുപത്രി കയറിയാലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആൻജിയോപ്ലാസ്റ്റിക് ആശുപത്രി കയറി ഇറങ്ങിയാലോ നല്ലൊരു തുക, ഒരു അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു ആശുപത്രിയിലോ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ പോലും ഇന്നാകുന്നു. ഞാൻ വലിയ സിറ്റീസിലെ കാര്യമല്ല പറയുന്നത്, അവിടെ വളരെയധികം കോസ്റ്റ് വരുന്നതാണ്. ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരു കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിലെ ആശുപത്രി കയറിയാൽ പോലും അത്ര തുച്ഛമായ എമൗണ്ടിലല്ല നമുക്ക് പുറത്ത് വരാൻ പറ്റുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസും ഒരു നല്ലൊരു എമൗണ്ടിന് നമുക്ക് അത്യാവശ്യമാണ്. അതും ഒരുപാട് പോളിസീസ് ഉണ്ട്. അപ്പോൾ പ്ലാനേഴ്സിനോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കും. ഇത് രണ്ടും ഒരു മസ്റ്റാണ് ഒരു ഫാമിലിയിൽ. കറക്റ്റ്. ഈവൻ നമുക്ക് ഇപ്പം മെഡിക്കൽ എടുക്കുമ്പോഴും നമുക്ക് പലപ്പോഴും ഉള്ളൊരു ധാരണയാണ്, എനിക്കിപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ NRI ആണ്, ഇപ്പം എനിക്ക് ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഇതിലെപ്പോഴും നമ്മൾ റിസ്ക് കവർ ചെയ്യണത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥിരമായിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ NRI ആയിട്ട് സ്ഥിരമായിട്ടുണ്ടാവുമോ എന്നുള്ള റിസ്ക്കും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വേണം. അത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ആളുകൾ ചെയ്യുന്നത് ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് മെഡിക്കൽ ക്ലെയിം പോളിസി ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ജോബ് വിട്ട് വേറൊരു ജോബിൽ പോവുകയാണെങ്കിൽ അതിനൊരു 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കവേർഡ് അല്ല, എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കാണ് ഈ ടോപ്പപ്പ് പോളിസീസും ഒക്കെ ഉള്ളത്. അത് മനസ്സിലാക്കി അത് സൂപ്പർ ടോപ്പപ്പ് അങ്ങനെ ഒരുപാട് പോളിസികളുണ്ട്. ഇത് മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. ടേം പിന്നെ നമുക്ക് കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫിനെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അത് പെർമനൻ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് നമ്മളൊരു ഏർണിംഗ് ഫേസിലുള്ള കാലം അത്രയും നമ്മളത് ഇൻഷുർ ചെയ്യേണ്ടതാണ്. അപ്പം മെഡിക്കൽ വളരെ നിഖിൽ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ കമ്പനി പോളിസി ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട. പക്ഷെ കമ്പനി പോളിസിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അത് 3 ലക്ഷം 5 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം പറ്റില്ല. അപ്പം അത് ഞാൻ പല കേസിലും കണ്ടിട്ടുണ്ട്. ജോലി വിട്ടു, ജോലി മാറി, അടുത്ത ജോലി ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ജോലി പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഇല്ല. ആൻഡ് അപ്പം നമ്മൾ ഓടിപ്പോയി ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നില്ല. 2 സ്ട്രെസ്സ് വേറെ പലതിനെക്കുറിച്ചുമാണ്. ജോലി കിട്ടുക എന്നുള്ളതാണ് സ്ട്രെസ്സ്. ആ സമയത്ത് നമ്മൾ പോളിസിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പം നല്ല രീതിയിൽ നടക്കുമ്പോൾ തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഓക്കെ. ഈവൻ പലപ്പോഴും ഈ ലൈഫ് ഇൻഷുറൻസിൽ ഒത്തിരി സെയിൽസ് പ്രഷർ നടക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹോം ലോൺ എടുക്കുന്ന ടൈമിൽ പലപ്പോഴും പറയും ഒരു പോളിസിയും കൂടി കിട്ടണം. അപ്പോൾ ചില ടൈമിൽ നമുക്ക് ലോൺ കിട്ടുമ്പോൾ നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമുക്കെന്തോ വലിയ ഫേവർ ആരോ തന്നു. ശരിക്കും പറഞ്ഞാൽ അവരൊരു ലോൺ പ്രോഡക്റ്റ് വിൽക്കുകയാണ് ചെയ്തത്. അതെ, ലോൺ പ്രോഡക്റ്റ് വിൽക്കുക മാത്രമല്ല, അവരുടെ ലോണിനെ അവർ സേഫ് ആക്കുകയും ചെയ്തു. കാരണം എന്തെങ്കിലും ഈ ആൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് എനിക്ക് എൻ്റെ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു പൈസ അവർക്ക് കിട്ടുന്നുള്ളതും അവർ മനസ്സിലാക്കുകയാണ്. ഓഫ് കോഴ്സ് ഹോം ലോണൊക്കെ ആകുമ്പോൾ ആ ഹോം ഒരു അസറ്റാണ്. ബട്ട് യെസ്, അവരവരുടെ ഒരു ലോൺ പ്രോഡക്റ്റ് വിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി വിൽക്കുകയാണ് ആ സമയത്ത് ചെയ്തത്. അത് നമുക്ക് ഒരിക്കലും സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് പോളിസിയും ആയിരിക്കില്ല. അതിൻ്റെ റിട്ടേൺ ഒന്നും ഒരു തരത്തിലും നമുക്ക് സ്വീകാര്യമാവാൻ സാധ്യതയില്ല. ഇതിൽ ചില ടൈമിൽ പറ്റിപ്പോണെന്ന് വെച്ചാൽ അവർ ടൈം ആയിരിക്കുമല്ലോ വിൽക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൽ ചിലപ്പോൾ പ്രീമിയം കൂടുതലായിരിക്കും, കവറേജ് കുറവായിരിക്കും. അതിൽ റിട്ടേൺ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ റിട്ടേൺ അൺനെസസറി ആയിരിക്കും. അതെ, കറക്റ്റ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു പ്ലാനിങ്ങിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടേം എടുത്തിട്ട് നമ്മൾ ആ പൈസ SIP-യിലൊക്കെ ഇടുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അതൊക്കെയാണ് ഒരു പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാധാരണ ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്ലാനിങ്ങിന് പോകണം, പ്ലാനറെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇത് പ്രൊഫഷനായിട്ട് എടുക്കുന്നവർക്ക് അത് അറിയാം. അതെ. ഈവൻ പലപ്പോഴും നമ്മുടെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ലോൺ എടുക്കാൻ പോകുന്ന ടൈമിൽ നമുക്ക് എങ്ങനെ ആ വീട് കിട്ടിയാൽ മതി എന്നുള്ള ഫോക്കസിലിരിക്കണത്. അതെ. അപ്പോൾ എന്ത് പറയുന്നു അതൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഈവൻ ചില ഹോം ലോണിനൊപ്പം വേറൊരു ഡേഞ്ചറുണ്ട്. അവർ പറയും ഇൻഷുറൻസ് അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ലോണിൽ കൂടെ ആഡ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കും, ഒരു 3 ലക്ഷത്തിൻ്റെ പ്രീമിയം ലോണിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 20 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ എത്ര രൂപ അടച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ മൈനസ് ആയിരിക്കും ചിലപ്പോൾ, ഓൾമോസ്റ്റ്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ്. അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് ഇത് എന്നുള്ളത് ആ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് ലോസ് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന പോലെ ആണിതും. എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, നമുക്ക് എത്ര ഇൻഷുറൻസ് വേണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പല പല പ്രോഡക്ട്സ് ഉള്ളതെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറ്റുന്നത്. ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്, എനിക്ക് 2 ലക്ഷത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ശമ്പളം 1 ലക്ഷമായിരിക്കും. അപ്പോൾ അയാൾ എങ്ങനെ 2 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ട്
അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കൊണ്ട് ഫാമിലി എന്തെങ്കിലും സംഭവിച്ചാൽ അതിലും ഭേദം എടുക്കാതിരിക്കുന്നതാണ്. അതെ അതെ, വളരെ ലോവർ കവേർഡ് ആയിരിക്കും. ഇപ്പോൾ കവറായിരിക്കും. ഇവൻ ശരിക്കും ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കണം. അതെ, അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് എന്താണ് അതിനെ മാച്ച് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ടൈം പൈസ വരുന്നത്. അല്ലാതെ നമുക്ക് വെൽത്ത് അത്ര ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇൻഷുറൻസ് പ്ലാനിങ് ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആവുന്ന ഒരാളുടെ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. അവരതൊരു മോഡ്യൂളായിട്ട് ഫുൾ പഠിക്കുന്നതാണ്. അത്രയധികം ഡെപ്ത് ഉള്ളൊരു സബ്ജക്റ്റാണത്. അല്ലാതെ വെറുതെ ഒരു പോളിസി എടുക്കുകയല്ല ചെയ്യുന്നത്. മിക്കവാറും നമ്മൾ കുറച്ചൊക്കെ അണ്ടർ ഇൻഷുറൻസ് ആയിരിക്കും. അതെ, ഒരുപാട് പേർക്ക് അണ്ടർ ഇൻഷുറൻസ് ആണ്. നമ്മൾ അണ്ടർ കവേർഡ് ആണ് ആസ് എ കൺട്രി എന്നാണ് പറയുന്നത്. ഈവൻ പക്ഷേ ഒത്തിരി ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ട് ഒത്തിരി പേര് ഇപ്പോൾ ടൈം ഇൻഷുറൻസ് വാങ്ങുന്നുണ്ട് പണ്ടത്തേക്കാളും കൂടുതലായിട്ട്. അത് ചോദിച്ച് വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ചില ടൈമിൽ പറ്റിപ്പോണ കാര്യം വെച്ചാൽ ഒരു 10 വർഷം എടുത്തിട്ട് ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതൊരു ഒന്ന് ആലോചിച്ചിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. എസ്പെഷ്യലി ഇഫ് യു ആർ റെഡി ഫോർ സ്റ്റോപ്പിംഗ് ദാറ്റ് ഇറ്റ്സ് വെരി ഗുഡ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അത്രയും വെൽത്തായി തീർച്ചയായിട്ടും ഇനി സ്റ്റോപ്പ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ. ഈവൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്ത് ഇനി റിട്ടയർമെന്റിനുള്ള ഫണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ കമ്മിറ്റ്മെന്റ്സും ഇല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനൊരു പേഴ്സണലി അവരോട് സംസാരിച്ചപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവർ വെൽതിയാണ്, റീസണബിൾ വെൽത്ത് ഉണ്ട്, ലൈഫിലെ എല്ലാ കമ്മിറ്റ്മെൻറ്റ്സും തീർന്നു, ഷീ ഈസ് ഡെറ്റ് ഫ്രീ. പിന്നെ എന്തിനാ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്? ആവശ്യമില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാണ് ഇമോഷണൽ ലോസ് ഉണ്ടാവും, പക്ഷെ ഫിനാൻഷ്യൽ ലോസ് നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ ഇൻഷുറൻസ് പോളിസി? പക്ഷെ ആ സ്റ്റേജിൽ എത്തണ്ടേ നമ്മൾ? അത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് റിവ്യൂ. ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വേണ്ട എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈവൻ ഇതേപോലെ തന്നെ പലപ്പോഴും നടക്കുന്ന ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്ക് ഒത്തിരി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അഡ്വർടൈസ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റിലൊന്നും അങ്ങനെ ഒരു സ്ട്രിക്റ്റ് അല്ല. പിന്നെ അതുകൂടെ റെഗുലേറ്റേഴ്സ് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ദ വേ ദേ സെൽ ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ടെങ്കിൽ ഇവൻ അതുപോലെ തന്നെ ഒത്തിരി പേര് ഓൺലൈനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇവൻ പല ആൾക്കാരും കൺഫ്യൂസ് ആവും. SIP എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ യൂലിപ്പിലായിരിക്കും. പക്ഷേ കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഇസ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതാണ്. അതും ഒരു വലിയൊരു മിസ്സെല്ലിംഗ് ആവാം. പക്ഷേ എനിക്ക് തോന്നുന്നു തിയററ്റിക്കലി പറഞ്ഞ മിസ്സെല്ലിംഗ് അല്ല. കാരണം SIP ആണ്. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലേ? എല്ലാ മാസവും പ്രീമിയം അടയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഏത് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പക്ഷേ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം SIP കസ്റ്റമർ വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഉദ്ദേശിച്ചിട്ടായിരുന്നു. ഇതും ഒരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്ലാനിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല നിഖിൽ, എനിക്ക് തോന്നുന്ന ഒരു കസ്റ്റമർ ഇപ്പോൾ ഇത് സീരീസ് വാച്ച് ചെയ്യുന്ന ആരാണെങ്കിലും നമുക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. അപ്പം മനസ്സിലാക്കാൻ ആദ്യം തന്നെ ശ്രമിക്കുക. ഒരിക്കലും വിശ്വാസത്തിന് അതീതമായി പ്രോമിസുകൾ ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാമാന്യ ബുദ്ധി, അത് മലയാളിക്ക് വളരെയധികം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ഉള്ള ആ ഒരു കഴിവിനെ തന്നെ നമ്മളൊന്ന് പുറത്തെടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് ഈ അബദ്ധങ്ങളിൽ നിന്ന് മാറാം. കാരണം ആരെങ്കിലും 15% റിട്ടേൺ പ്രോമിസ് ചെയ്യുന്നു, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും ഒരാൾക്കും ഒന്നും പ്രോമിസ് ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ റെഗുലേറ്റേഴ്സ് അത് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സമ്മതിക്കാത്തതിന് എന്ത് കാരണം? അങ്ങനെ വേറൊരാളത് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടത് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതെന്നൊന്നും കുറച്ച് നമ്മളൊരു സമയം സ്പെൻഡ് ചെയ്ത് അത് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ ഒരു കേൾക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന ഒരാൾക്കോ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഒട്ടും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളല്ല. നമുക്ക് നല്ല കോമൺ സെൻസ് ഉണ്ട്, നമുക്ക് നല്ലപോലെ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യാതെ ആ ഒരു കേൾക്കുമ്പോൾ ഉള്ള ആ ഗ്രീഡ്, നമ്മുടെ ഒരു അത്യാഗ്രഹമാണ് പലപ്പോഴും നമ്മളെ ഇങ്ങനത്തെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. ഇത് ചിലപ്പോൾ ചില നിഷ്കളങ്കരുടെ പേരിലും വരാം. കാരണം നമ്മൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് വിശ്വസിച്ച് പോകും. വലിയ TV പറയുന്നു. സോ വി ഹാവ് ദറ്റ് ടെൻഡൻസി ഇത് വിശ്വസിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബഡ്ജറ്റിംഗ്, എമർജൻസി, ഇൻഷുറൻസ്. ഇതാണ് എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്കൊരു വളരെ സീരിയസ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇൻഷുറൻസ്. അല്ലേ? 100%. അത് ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇതാണ് നമ്മുടെ പ്ലാനിങ് ആൻഡ് ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. വേറെ എന്ത് അവോയ്ഡ് ചെയ്താലും ഇത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. കറക്റ്റ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു
നമുക്കൊരു ഫെറാറി അല്ലെങ്കിൽ ഒരു സൂപ്പർ കാർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം ആക്സിലേറ്റർ കൊടുക്കാനായിട്ട്, തീർച്ചയായും. അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെ പോയിട്ട് ഇരിക്കുന്നു പറയാൻ പറ്റില്ല. അതെ അതെ അതെ. ചിലർ പറയാറുണ്ട് നമ്മൾ യങ് ആണ്, മാരീഡ് അല്ല, നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് വേണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും ഒരു ലോജിക്കല്ല. ഇൻഷുറൻസ് വേണം. പിന്നെ അതിൻ്റെ എമൗണ്ട് നമുക്ക് മാറ്റാം മറ്റുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ലൈഫിൽ വരുമ്പോൾ എന്നുള്ളതല്ലാതെ ഇൻഷുറൻസ് ഒരിക്കലും വേണ്ട എന്നുള്ളതല്ല. അത് ഓൺലി സ്റ്റേജ് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെയാണ്. ആ ഒരു സഫീഷ്യൻറ്റ് വെൽത്തും വന്നു ആർക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ മാത്രം അത് നിർത്താൻ പാടുള്ളൂ. ഓക്കെ വെരി ഗുഡ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടോപ്പിക്. ഇത് എല്ലാവർക്കും ഇത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലേക്ക് നമുക്ക് അടുത്ത ഇതിൽ കിടക്കാം. താങ്ക് യു. ഷുവർ. ശരി, താങ്ക് യു.